എന്തോ? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ചെല്ലപ്പുര എങ്ങനെയുണ്ട്? ചെല്ലപ്പുര തീരെ കുറവില്ല. ഇതവന് കൊടുത്തരാം. വേണ്ടാന്ന് പറഞ്ഞ ആശുപത്രി ഒന്ന് ചവിട്ടുമെന്ന് അവനോട് പറഞ്ഞേരാ കേട്ടാ. ചെല്ല്, നിനക്കോടാ. അവനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുടിച്ചിട്ട് ടാക്സി ഓടിക്കരുതെന്ന്. കുടിച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കുന്നവനെ ഒക്കെ ചവിട്ടണം. വാസു കുടിക്കും, വാസു പട്ടാളമാ. ഇവനൊക്കെ സിവിളാ, വേറെ സിവിള്. നീ പേടിച്ചു പോയോ? ഇല്ല. പിന്നെ കുത്താൻ വരുന്ന പശുവിനെ പോലെ തിരിഞ്ഞതോ? വെറുതെ എന്നെ ചുണ്ടു പിടിപ്പിക്കരുത്. ഞാൻ പിന്നെ വായി വരുന്നൊക്കെ പറയും, വഴക്കാവും. നീ ഭയന്നു പോയോന്നാണ് വാസുവിന്റെ ചോദ്യം. തുണി മാറുന്ന സ്ഥലത്തേക്ക് ആണുങ്ങൾ കുനിഞ്ഞു നോക്കിയാ പിന്നെ ഞെട്ടിപ്പോകായിരിക്കും. ആണുങ്ങളോ? അതിനിവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ആണല്ലെന്നാണോ പറയുന്നത്? അതല്ല വാസുവിന്റെ ചോദ്യം. ഞാൻ ഒഴികെ മറ്റൊരുത്തരെ ഇവിടെ വരാനില്ലെങ്കിൽ പിന്നെ നീ എന്തിനു ഭയന്നു? അതോ വേണ്ടാത്ത പറഞ്ഞ എനിക്ക് പിടിക്കൂല കേട്ടോ. ഭാര്യയും ഭർത്താവും സ്വന്തമാണല്ലോ എന്ന് കരുതി പെരുവഴി വെച്ചാണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പെണ്ണല്ലേ, വിശ്വസിക്കാൻ കൊള്ളൂല. വാസു വെറും ഡ്രൈവറാ. അവള് വേറെ ആരെങ്കിലും എന്നാ നിന്റെ അന്ത്യം നോക്കിക്കോ. എന്താണ് പഠിച്ചത്? ഒരു സിംഹത്തിനെ മുയൽ തോൽപ്പിച്ച കഥ. ഇത് എന്ത് ജന്തുക്കളാ മോളെ? അയ്യേ, ഈ ചേട്ടനെ ഒന്നും അറിയില്ല. ജന്തുക്കളായത് പിന്നെ ഒരാണും ഒരു പെണ്ണും. ഇതാണ് അയാൾ ചീത്തയാ, തമ്മി തല്ലും. അതിനാ കയ്യിലിരിക്കുന്ന വടി. ഇവളുടെ കയ്യിൽ എന്തായിരിക്കുന്നത്? ചൂല്. എപ്പോഴും വഴക്കാവര്. മുട്ടയെന്നങ്ങ് വിടുന്നില്ല. അതിനു മുമ്പ് ആണും പെണ്ണും ചൂലും വടി. എങ്ങനെ തോന്നാണ്ടിരിക്കും? വന്ന് ഊണ് കഴിക്കാൻ പറ. ചേട്ടാ, വന്ന് ഊണ് കഴിക്കാൻ. നീ അറിയാം എന്നെ ഒന്ന് ക്ഷണിക്കാൻ. അങ്ങനെ പിള്ളേരെ വിട്ട് വരുത്തനെ വിളിക്കുന്ന പോലെ വിളിച്ചാ അത് വന്ന് നിന്നാൻ വാസുവിനെ കിട്ടൂല. ഈ വാസുവിടെ അന്യനാണോ എന്നാണ് ചോദ്യം. ചേച്ചി, എന്നെ വഴക്ക് പറയുക. വന്ന് ഊണ് കഴിക്കണം. എനിക്കൊന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാ. ഇന്നെന്താടി വിശേഷം? എന്ത് വിശേഷം? അല്ല, ഒരു സദ്യയുടെ വട്ടമുണ്ടല്ലോ. ഇന്ന് കൊച്ചമ്മയുടെ മോൻ വന്നതിന്റെ വിശേഷം. അങ്ങനെ നിന്റെ കൊച്ചമ്മയുടെ മോന്റെ വിശേഷത്തിന്റെ വകയൊന്നും എനിക്ക് വേണ്ട. നിന്റെ കൊച്ചമ്മയുടെ തിന്നാനേ
വേറെ ആളെ നോക്കിക്കോണം. ആരുടെ ആയാലും ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ലേ. ഹോട്ടലിൽ ചോറ് കിട്ടിയാലാഞ്ഞിട്ടല്ല ഇവിടുന്ന് ഉണ്ണുന്നത്. വാസു പറഞ്ഞതാ. നിന്റെ അച്ഛനല്ലേ എന്റെ അമ്മാവൻ. അങ്ങേര് മരിക്കാൻ നേരത്ത് ഞാൻ കൊടുത്ത വാക്കാ, നിന്നെ നോക്കിക്കോളാമെന്ന്. വഞ്ചി മുങ്ങി അച്ഛനും അമ്മയും മരിച്ചപ്പോ എന്നെ നോക്കിയതാ അമ്മാവന. വാസു നന്ദിയുള്ളവനാ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. നിന്നോട് ശൃംഗരിക്കാനൊന്നുമല്ല വാസു ഇവിടെ വരുന്നത്. എന്നായാലും നിന്നെ ഞാൻ കെട്ടും. നീ എന്റെ മുറപ്പെണ്ണാണേ, എന്റെ മുറപ്പെണ്ണ്. പക്ഷേ ദരിദ്ര കല്യാണത്തിനൊന്നും വാസുവിനെ കിട്ടൂല. വാസു പൊന്നുണ്ടാക്കും, പണമുണ്ടാക്കും. നിന്നെ രക്ഷിക്കാനുള്ള കേൾപ്പുണ്ടാകുമ്പോൾ വാസു വരും. വാതിലടച്ചോളാം കേട്ടാ. വാതിലടച്ചോളാം കേട്ടാ. അല്ലെ വാതിലേ. സന്ധ്യ, നീ വരാത്തത് എന്ത് സന്ധ്യ? മാടപ്രാവേവാ കള്ളും കൊണ്ടുവാ, നീ തരുന്ന കള്ള് വാ. കിളിച്ചേട്ടാ, ചേട്ടൻ തമാശ കളിക്കാതെ ഓർക്ക്. എത്ര നേരമായിരുന്നോ ഞാൻ നിന്നെ കാത്തി ഇരിപ്പിവിടെ ഇരിക്കുന്നു. അയ്യോ വെളുത്തമ്മേ ഞാൻ പോവാ. അച്ഛൻ ഷാപ്പിംഗ് വരാറായി. നീ ഇങ്ങനെ ജെർക്ക് ചെയ്താ എന്റെ സ്റ്റിയറിംഗ് ബാലൻസ് പോകുന്നു. ആ പോയിക്കോ. ഞാനേ സെക്കൻഡ് ഷോയ്ക്ക് അതുവഴി വരും. നമ്മുടെ സ്ഥലത്ത് കാത്തിരിക്കണം കേട്ടോ. ഞാനോ ചേച്ചി ജോലിക്ക് പോയി ചേട്ടാ. അയ്യോ ആശാനെ നിർത്തോ. ആശാനെ നിർത്തോ, ഞാൻ വരട്ടോ. നിർത്തോ, അയ്യോ നിർത്തോ ആശാനെ. എടാ നീ ബോഡിക്കകത്തല്ലായിരുന്നോടാ കിടക്കാറ്? അതെ ആശാനെ, ഇന്നലെ ഞാൻ അകത്തായിരുന്നു. കുറെ നേരം അകത്ത് കിടന്നപ്പോ വല്ലാത്ത ചൂട്. പിന്നെ ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ അടിയിലായിരുന്നു ആശാനെ. എടാ നീ ഇന്നലെ ഗൗതമെ കണ്ടോടാ കിളി? ആശാനോട് ഈ കിളി നോട പറയില്ല. എനിക്ക് അവളെ കാണാതെ ഉറക്കം വരില്ല ആശാനെ. അപ്പൊ നമ്മള് ദൂരെ ലോറിന് പോകാറുള്ളപ്പോഴോ? അപ്പൊ ഒന്നും ഞാൻ ഉറങ്ങാറില്ല ആശാനെ. ആശാനെ ഞാൻ അവളെ കെട്ടുവാ ആശാനെ.
കുളിച്ചാന്നോടാ ഇന്ന്? അതെ അമ്മേ, അമ്മയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ ദേ തൊട്ടു നോക്ക്. ശരി. എന്റെ ജാനു എന്തിനാ ഇങ്ങനെ ദിവസവും അടിച്ചു വരുന്നത്? ദേ ഇത് കണ്ടോ, മനുഷ്യൻ താമസിക്കുന്ന വീട്ടിൽ മാറാലെ പിടിക്കാൻ പാടില്ല, ഐശ്വര്യക്കേടാ. ശരി കൊച്ചമ്മ, എല്ലായിടത്തും എന്റെ കണ്ണും കൈയും എത്തിക്കണം. ഒന്നിനെ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളത്തില്ല. നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതി. ഞാനും പെണ്ണായതിനു ശേഷം വാസു ഇന്നുവരെ നിന്നെ തൊട്ടിട്ടില്ല. എനിക്ക് നിന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നീ അറിഞ്ഞിട്ടുമില്ല. ഞാനും ഏതായാലും ഇന്ന് ഞാൻ നിന്നെ തൊട്ടില്ല. എന്നായാലും നീ എന്റേത് മാത്രം. എന്റെ ജാനു എനിക്കൊരു ഉമ്മ തരും. Ha ha ha.